ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും ഈസിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം അതിന് ശേഷം നമ്മൾ കുക്കറിൽ ക്യാരറ്റ് എടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 ഏലക്ക കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ 2 ഏലക്ക കൂടെ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ്സാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുക്കറിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാം നന്നായി പേസ്റ്റായിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഈ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറും ആവശ്യത്തിനുള്ള നാരങ്ങാ നീരും ചേർക്കുന്നുണ്ട്. ഈ ഷുഗറും നാരങ്ങാ നീരും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഷുഗറിന് നമുക്ക് വേണമെങ്കിൽ ശർക്കരയും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ വരട്ടിയെടുക്കണം. നല്ല ചെറിയ തീയിലിട്ട് വേണം വരട്ടിയെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ജാമ് നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.